Okay, right. As of now, we have discussed the what is accounting, what is the role of an accountant, then concept of account, various concept of principles and concepts and principles of accounting. Now we have to discuss the elements of accounting. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കോർ പില്ലേഴ്സ് ആയിട്ടുള്ള 5 എലമെൻറ്റ്സ് ഉണ്ട്. അസറ്റ്സ്, ലാബിലിറ്റി, ഇൻകം, എക്സ്പെൻസ് ആൻഡ് ക്യാപിറ്റൽ. പെട്ടെന്ന് പഠിച്ചു വെക്കാൻ ആലീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? എ ഫോർ നോട്ട് ആപ്പിൾ, അസെറ്റ്, എൽ ഫോർ ലാബിലിറ്റി, ഐ ഫോർ ഇൻകം, ദെൻ സി ഫോർ ക്യാപിറ്റൽ ആൻഡ് ഇ ഫോർ എക്സ്പെൻസ്. എന്തൊക്കെ മറന്നു കഴിഞ്ഞാലും ഈ 5 എലമെൻറ്റ് മറക്കരുത്. ഈ 5 ഏതെങ്കിലും ഒരു എലമെൻറ്റ് മറന്നു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതാണ് കോർ പില്ലർ. നമ്മളെ അക്കൗണ്ടിങ്ങിനെ മൊത്തത്തിൽ പിടിച്ചു വെക്കുന്നൊരു കാര്യമാണ്, എലമെൻ്റാണ് എന്ത്. ഇതിൻ്റെ ബേസിലാണ് അക്കൗണ്ടിങ് മൊത്തം കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ 5 എന്താണ് അസെറ്റ്, എന്താണ് ലാബിലിറ്റി, എന്താണ് ക്യാപിറ്റൽ, എന്താണ് എക്സ്പെൻഡിച്ചർ, എന്താണ് ഇൻകം, ഇത് കറക്റ്റ് മനസ്സിലാക്കുന്നതോട് കൂടി അക്കൗണ്ടിങ്ങിൻ്റെ ഒരു മേജർ പാർട്ട് അവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഒരു 20-30% അവിടെ കംപ്ലീറ്റ് ആവും. പക്ഷെ കറക്റ്റായിട്ട് അറിയണം. ഐ മീൻ നോട്ട് ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീടൊക്കെ ഈസിയാണ്. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് മൂവ് ഫർദർ. വാട്ട് ഈസ് ആൻ അസെറ്റ്? എന്താണ് അസെറ്റ്? അസെറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അസെറ്റ് ഈസ് anything of value that an individual or organization owns and can use to generate future benefit. That means കമ്പനി ഓൺ ചെയ്യുന്ന, ഓൺ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓണർഷിപ്പ് ഉള്ള കമ്പനിയുടെ മേലിലുള്ള കമ്പനി ഓൺ ചെയ്യുന്ന എനി വാല്യൂ, അതിന് നമ്മൾ എന്ത് പറയും? അസെറ്റ്. ഫർദർ ഒരു കണ്ടീഷനും കൂടെ, അതിനെന്ത് വേണം? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റും കൂടി വേണം. അപ്പോൾ കമ്പനി ഓൺ ചെയ്യുന്ന വാല്യൂ ഉള്ള ഒരു സംഗതി, അതിനെന്തുണ്ട്? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യാനും കൂടെ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അസെറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നമ്മുടെ ബിസിനസ്സിനും വേണ്ടിയിട്ട് ഒരു ബിൽഡിങ് ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്തു. അതിൻ്റെ ഓണർഷിപ്പ് കമ്പനിയുടെ പേരിലാണോ? ഓണർഷിപ്പ് കമ്പനിയുടെ പേരിലാണ്. അതിന് ഒരു വാല്യൂ ഉണ്ടോ? വാല്യൂ ഉണ്ട്. 10 ലക്ഷം, 50 ലക്ഷം, വാട്ട് എവർ വാല്യൂ ഉണ്ട്. ദെൻ അതിന് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് റെന്റിന് കൊടുത്തിട്ടോ അത് യൂസ് ചെയ്തിട്ടോ ബിസിനസ്സിന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ലേ? സോ പൈസ പറ്റും. അപ്പോൾ അതെന്താണ്? അസെറ്റാണ്. നിങ്ങൾ ടിപ്പിക്കൽ രീതിയിൽ പഠിക്കുന്നതും നമ്മുടെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മേ ബി നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ്, ലാൻഡ്, ഫർണിച്ചർ, ഫിക്ചേഴ്സ്, ദെൻ അങ്ങനെ ആയിരിക്കും, കമ്പ്യൂട്ടർ, അങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതല്ല അസറ്റ് എന്ന് പറഞ്ഞാൽ. അസറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഉള്ള, ദെൻ കമ്പനി ഓൺ ചെയ്യുന്ന, ഫ്യൂച്ചറിൽ എക്കണോമിക് ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അസറ്റ് എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ബിൽഡിങ്ങിൻ്റെ കേസ് പറഞ്ഞു. ഇനി ഞാനൊരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, ഞാനൊരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തു. അതിൻ്റെ ഓണർഷിപ്പ് എനിക്കുണ്ടോ? ഓണർഷിപ്പ് എനിക്കുണ്ട്. അതിന് വാല്യൂ ഉണ്ടോ? വാല്യൂ ഉണ്ട്. ദെൻ അതിന് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് എനിക്ക് ഫ്യൂച്ചർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കിക്കൂടെ? മോർ ദാൻ 1 ഇയർ യൂസ്ഫുൾ ലൈഫ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അതിനെയാണ് ഞാൻ എന്ത് പറയുക? അസറ്റ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. അപ്പോൾ അസറ്റ് എന്ന് പറയുമ്പോൾ ഈ 3 കണ്ടീഷൻ നമ്മൾ നോക്കണം. വാല്യൂ ഉണ്ടോ? അതിൻ്റെ ഓൺ ചെയ്യുന്നുണ്ടോ? ഓണർഷിപ്പ് ഉണ്ടോ? ദെൻ ഫ്യൂച്ചറിൽ ബെനിഫിറ്റ്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയാൽ മതി. അങ്ങനത്തെ എല്ലാത്തിൻ്റെ നമ്മൾ എന്ത് പറയും? അസറ്റ് എന്ന് പറയും. ഓക്കെ, നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങി. ഓക്കെ, മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിന് വാല്യൂ ഉണ്ട്. 50,000, 60,000 വാല്യൂ ഉണ്ട്. ദെൻ എന്തുണ്ട്? ഓണർഷിപ്പ് ഉണ്ട്. നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെയല്ലേ. ദെൻ നമുക്ക് എന്തുണ്ട്? ഫ്യൂച്ചറിൽ അത് യൂസ് ചെയ്തിട്ട് ബിസിനസ്സിന് ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ക്ലിയർ? റൈറ്റ്. അപ്പോൾ ഈ 3 കണ്ടീഷൻസും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയും? അസറ്റ് എന്ന് പറയും. റൈറ്റ്. ദെൻ നെക്സ്റ്റ് ആണ്, ഇനി ഇപ്പോൾ പറഞ്ഞു
എന്താണ് മൊബൈൽ ഫോണിന്റെ കേസ് പറഞ്ഞു. ഓക്കെ, മൊബൈൽ ഫോണിന്റെ കേസ് നമ്മൾ നോർമൽ കേസിൽ എന്താണ്, അസെറ്റാണ്. ഇപ്പൊ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാണ് മൊബൈൽ ഫോൺ അസെറ്റാണ്. അപ്പൊ ഞാൻ നടത്തുന്നത് ഒരു മൊബൈൽ ഫോണിന്റെ ഷോപ്പാണെന്ന് വെച്ചോളൂ. എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, മൊബൈൽ ഫോണ് വിൽക്കുന്ന കടയാണ്. ആ മൊബൈൽ ഫോൺ വിൽക്കുന്ന കടയിൽ അത് ഒരു അസെറ്റാണോ? ഫ്യൂച്ചർ ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അസെറ്റ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ആണ് എന്ത്, ലാബിലിറ്റി എന്ന് പറയുന്നത്. ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലാബിലിറ്റി ഈസ് എ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ. എന്താണ്? സ്റ്റോക്ക് നേരത്തെ പറഞ്ഞു, എന്താണ്, മൊബൈൽ ഫോണിന്റെ കേസ് പറഞ്ഞു, മൊബൈൽ ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ച് എന്താണ്, സ്റ്റോക്കാണ്. അതിൽ ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് എന്താണ്, അസെറ്റ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. ഇനി ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ആണ്. ഓസ് ടു അതേഴ്സ്, മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള ബാധ്യതകളെയാണ് നമ്മൾ എന്ത് പറയാ, ലാബിലിറ്റി എന്ന് പറയാ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചു നോക്കുക, വെദർ യു ആർ എ അസെറ്റ് ഓർ ലാബിലിറ്റി. ഓക്കെ, അസെറ്റ് ആണോ ലാബിലിറ്റി ആണോ? അവർക്ക് ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടെന്ന് നോക്കുക, അവരെവിടെ എഴുതിയിട്ടുള്ളതെന്ന് നോക്കുക. അസെറ്റിലാണോ ലാബിലിറ്റിയിലാണോ നിങ്ങൾ എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കണം, അസെറ്റിൽ ആയിരിക്കണം. ഇപ്പൊ തൽക്കാലം ഓക്കെ ആണെങ്കിലും പ്രശ്നമില്ല, പക്ഷെ ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം നിങ്ങളെ കൊണ്ട്. അപ്പോൾ മാത്രമേ നിങ്ങൾ എന്താവുള്ളൂ, അസെറ്റായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ എന്തായിട്ട് മാറും, വീട്ടുകാർക്ക് ഒരു ലാബിലിറ്റി ആയിട്ട് മാറും. സോ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ, ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബാധ്യത എന്നുള്ള. ഓക്കെ, ഓർഗനൈസേഷൻ ഓസ് ടു അതർ. അസറ്റിന്റെ കേസ് നമ്മൾ ഓൺ എന്നാ പറഞ്ഞ. ഓൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണർഷിപ്പ് എടുക്കുന്നതിന്. ഓസ് എന്ന് പറഞ്ഞാൽ എന്താ, കൊടുക്കാൻ ഉള്ള ബാധ്യത. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വാല്യൂ ഉള്ള, ഓണർഷിപ്പ് ഉള്ള, ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് എന്തിന് നമ്മൾ എന്ത് പറയും, അസറ്റ് എന്ന് പറയും. ഓക്കെ, ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി നമുക്കുള്ള ബാധ്യതകളാണ്, ഒബ്ലിഗേഷൻ ആണ് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള. നമ്മൾ എന്തുണ്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു സാധനം വാങ്ങി, പൈസ കൊടുത്തിട്ടില്ല, അതെന്താണ്, സൺട്രി ക്രെഡിറ്റർ ആണ്, അതെന്താണ്, ലാബിലിറ്റി ആണ്. ഓക്കെ, ഇനി ലാബിലിറ്റിയിൽ വരുന്നതാണ് നമ്മളൊരു ലോൺ എടുത്തു. ഓക്കെ, ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു, അതിന് തിരിച്ചടവ് എന്ത് ചെയ്യണം, നമ്മൾ അടക്കണം, അതെന്താണ്, ലാബിലിറ്റിയാണ്. ഓക്കെ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ലോണ് എല്ലാം എന്തിൽ വരും, ലാബിലിറ്റി സൈഡിൽ, ലാബിലിറ്റിൻ്റെ ലിസ്റ്റിൽ വരും. ഓക്കെ, സോ എന്താണ് അസറ്റ്, എന്താണ് ലാബിലിറ്റി എന്ന് മനസ്സിലായി. ഇനി എന്താണ് ഇൻകം? ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല, നമ്മൾ ഏൺ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഇൻകം എന്ന് പറയാ. ഈ നമ്മൾ സെയിൽ ചെയ്തിട്ട് ടിപ്പിക്കലി ഫ്രം വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാവും. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഒക്കെ കിട്ടില്ലേ, അതെന്താണ്, ഇൻകാണ്. ഓക്കെ, നമ്മൾ റെന്റിന് കൊടുക്കുന്നുണ്ട്, ബിൽഡിങ് നമ്മൾ എന്ത് ചെയ്തു, വാടകയ്ക്ക് കൊടുത്തു, അതിന് റെന്റ് കിട്ടുന്നുണ്ട്, അതെന്താണ്, ഇൻകാണ്. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്തതിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, അതെന്താണ്, ഇൻകാണ്. നമ്മൾ ഏൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻകം എന്ന് പറയാം. അപ്പൊ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോസ്റ്റ് ഇൻകേർഡ്, നമ്മൾ ചെലവാക്കുന്ന ചെലവുകളെയാണ് നമ്മൾ എന്ത് പറയാ, കോസ്റ്റ് ഇൻകേർഡ്, അതിനാണ് നമ്മൾ എക്സ്പെൻസ് പറയാ ഇൻ ദി പ്രോസസ് ഓഫ് ഏർണിംഗ് ഇൻകം ആൻഡ് ദി ഓപ്പറേഷൻസ്. നമ്മൾ ഓപ്പറേഷൻസ് നടത്താനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റ് ഇൻകർ ചെയ്യില്ലേ, നമുക്ക് ഒരു വരുമാനം കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്സ്പെൻസ് എന്ന് പറയാം. ഓക്കെ, സോ ഹോപ്പ് യു ഗോട്ട് വാട്ട് ഈസ് ഇൻകം, വാട്ട് ഈസ് എക്സ്പെൻസ്. നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ, ഏൺ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന ഇതിനെയാണ്, കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്സ്പെൻസ് എന്ന് പറയാം. സോ നമ്മൾ ഏതൊക്കെ പഠിച്ചു, അസറ്റ് പഠിച്ചു, ലാബിലിറ്റി പഠിച്ചു, ഇൻകം പഠിച്ചു, എക്സ്പെൻസ് പഠിച്ചു. ഇനി ഒന്നും കൂടെ ഉണ്ട് ആലിസിൽ, എന്താണ്, ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞെങ്കിൽ മണി യൂസ്ഡ് ബൈ എ ബിസിനസ് either to meet upcoming expense or to invest in new asset or project. That means നമ്മൾ ബിസിനസ്സിൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നടത്താനും വേണ്ടിയിട്ടോ നമ്മൾ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസനെയാണ് നമ്മൾ എന്ത് പറയാ, ക്യാപിറ്റൽ എന്ന് പറയാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു ബിസിനസ് തുടങ്ങണം,
ആ ബിസിനസ് തുടങ്ങാനും വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇനീഷ്യലി ഒരു പൈസ ഇടണ്ടേ, അല്ലെങ്കിൽ പിന്നീടും പൈസ ഇടേണ്ടി വരില്ലേ? അതിനാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റൽ എന്ന് പറയാം. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് പൈസ മാത്രമായിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ എനിക്കൊരു ബിസിനസ് തുടങ്ങണം, ഓക്കെ, ഞാൻ ഒരു കൺസൾട്ടൻസി ബിസിനസ്സാണ് തുടങ്ങുന്നത്. എൻ്റെ അടുത്ത് എന്തുണ്ട്, ഒരു 1 lakh rupees ഉണ്ട്. ഈ 1 lakh rupees ഞാൻ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതെൻ്റെ എന്താണ്, ക്യാപിറ്റലാണ്. ഫർദർ എൻ്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, ഒരു 50,000 രൂപയുടെ ലാപ്ടോപ്പ് ഉണ്ട്. ഈ ലാപ്ടോപ്പ് ഞാൻ ബിസിനസ്സിലോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ അടുത്ത് ബാക്കിയുള്ള പൈസക്ക് ഞാൻ ലാപ്ടോപ്പാണ് കൊടുക്കുന്നത്. അതും എൻ്റെ എന്താണ്, ക്യാപിറ്റലാണ്. ഓക്കെ, സോ മണി ബിസിനസ് അതിൻ്റെ ഓപ്പറേഷൻസിനും വേണ്ടി അപ്കമിങ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന പൈസനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു, എന്താണ് അസറ്റ്, എന്താണ് ലാബിലിറ്റി, എന്താണ് ക്യാപിറ്റൽ, എന്താണ് എക്സ്പെൻസ്, എന്താണ് അസറ്റ്, ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നമ്മൾ എന്താണെന്നുള്ള കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ബാക്കി അങ്ങോട്ടുള്ളതൊക്കെ എന്താണ്, ഈസി ആയിരിക്കും. ഓക്കെ, ഇനി ഇതിലിപ്പോൾ മെയിനായിട്ട് നമുക്ക് ഡൗട്ട് വരുന്നതാണ്, എന്താണ് എക്സ്പെൻസും എന്താണ് അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. ഇതാണ് പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ഏരിയ. നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യുമ്പം തെറ്റിപ്പോകുന്ന ഒരു ഏരിയയാണ് എന്ത്, എക്സ്പെൻസും അസറ്റും മാറി മാറി പോവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ, റെപ്രസെന്റ് കോസ്റ്റ് ദാറ്റ് റെഡ്യൂസ് ഇൻകം ഇൻ ദി കറണ്ട് പീരിയഡ്. നമ്മുടെ ഇൻകത്തിനെ റെഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെൻസ് എന്ന് പറയുന്നത്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിസോഴ്സ് ദാറ്റ് പ്രൊവൈഡ് ഫ്യൂച്ചറിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതിനെ ആണ് നമ്മൾ എന്ത് പറയുക, അസറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇല്ലേ, അത് എവിടെ വരും, ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ് വരിക. നമുക്ക് 2 റിപ്പോർട്ടാണ് ഉണ്ടാവുക, ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും, പിന്നെ എന്തുണ്ടാവും, ബാലൻസ് ഷീറ്റ് എന്ന് പറയും. അസറ്റ് എപ്പോഴും ബാലൻസ് ഷീറ്റിലാണ് വരിക. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ പ്രോഫിറ്റും ലോസിനെയും കണക്കാക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ട്, അതിലാണ് നമ്മൾ എന്ത് വരിക, എക്സ്പെൻസ് വരിക. നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ട്, അതിനാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുക, അതിനെയാണ് അസറ്റ് വരിക. ഓക്കെ, ഇനി എക്സ്പെൻസുകൾ എപ്പോഴും എന്തായിരിക്കും, ഹാവ് എ ഷോർട്ട് ടേം ഇമ്പാക്ട് എഫക്റ്റിംഗ് ദി കറണ്ട് പീരിയഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഒരു എക്സ്പെൻസ് അത് ആ ഒരു ഫിനാൻഷ്യൽ പീരിയഡിലെ പെർഫോമൻസിനായിരിക്കും എന്ത് ചെയ്യുക, എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ മാസത്തെ റെന്റ് ഞാൻ കൊടുത്തു, അത് ഈ ഒരു മാസത്തോട് കൂടി കഴിഞ്ഞു, അതിനെന്തെങ്കിലും ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടോ, ഇല്ല. ഈ മാസത്തെ ഞാൻ സാലറി കൊടുത്തു, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അടുത്ത പീരിയഡിലോട്ട് നമുക്ക് കിട്ടുമോ, ഇല്ല. അപ്പോൾ എക്സ്പെൻസുകൾ എപ്പോഴും നമ്മൾ കൊടുത്തുക ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് കൊടുക്കുന്നതോടുകൂടി ആ പീരിയഡിനോട് കൂടി എന്തായി, അത് അവസാനിച്ചു, പിന്നീട് അതിൻ്റെ എന്ത് വരില്ല, ഒരു ബെനിഫിറ്റും കിട്ടില്ല. പക്ഷെ അസറ്റ് അങ്ങനെയല്ല, ലോങ് ടേം ഇമ്പാക്റ്റ് ആവണം. കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻസിന് മൾട്ടിപ്പിൾ പീരിയഡിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വരും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഒരു ചെയർ വാങ്ങി, ഈ ചെയർ ഈ ഒരു പീരിയഡിലോട്ട് മാത്രമാണോ, അല്ല, നമുക്ക് അടുത്ത അപ്കമിങ് ഇയേഴ്സിലും എന്ത് ചെയ്യാൻ പറ്റും, ചെയർ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ലാപ്ടോപ്പ് വാങ്ങി, അത് ഈ ഒരു പീരിയഡിലോട്ട് മാത്രമാണോ, അല്ല, അപ്കമിങ് പീരിയഡിലോട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ഇയറും അതിൻ്റെ അടുത്ത ഇയറിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സോ എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ പീരിയഡിലോട്ട് മാത്രമുള്ളതായിരിക്കും. എന്നാൽ അസറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്കമിങ് മൾട്ടിപ്പിൾ പീരിയഡിലോട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്ത്, അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സ്പെൻസും അസറ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, എക്സ്പെൻസുകൾ എപ്പോഴും എന്തായിരിക്കും, ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ആയിരിക്കും, അതിനെന്തുണ്ടാവില്ല, ഫ്യൂച്ചറിൽ ഒരു ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല, അത് കൊടുക്കുന്നതോട് കൂടി എന്തായി, അത് കഴിഞ്ഞു. ബട്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിന് ലോങ് ടേം ഇമ്പാക്റ്റ് ആണ്, മൾട്ടിപ്പിൾ പീരിയഡിലോട്ട് എന്തുണ്ടാവും, അതിൻ്റെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും, കോൺട്രിബ്യൂട്ട്, കമ്പനിയുടെ പെർഫോമൻസ് പൊസിഷനെ അത് എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ അസറ്റും എക്സ്പെൻസും എന്താണ് ഡിഫറൻസ് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കണം. ഏതൊരു ചെലവ് വരുമ്പോഴും അത് എക്സ്പെൻസ് ആണോ അസറ്റ് ആണോ എന്നുള്ളത് അറിയൽ എന്താണ്, നിർബന്ധമാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഓക്കെ, ഞാനൊരു റെന്റ് കൊടുത്തു, അത് അസറ്റ് ആണോ എക്സ്പെൻസ് ആണോ, എക്സ്പെൻസ് ആണ്. ഓക്കെ, ഞാൻ സാലറി കൊടുത്തു, അത് അസറ്റ് ആണോ എക്സ്പെൻസ് ആണോ, സാലറി കൊടുത്തു, എന്താണ്, എക്സ്പെൻസ് ആണ്. ഓക്കെ, ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങി, അതെൻ്റെ എന്താണ്, അസറ്റാണ്. ഞാൻ എൻ്റെ ഒരു ഫേർണിച്ചർ വാങ്ങി, അതെൻ്റെ എന്താണ്, അസറ്റാണ്. ലാൻഡ് വാങ്ങി, എൻ്റെ അസറ്റാണ്. ബിൽഡിങ് വാങ്ങി, എൻ്റെ അസറ്റാണ്.
ക്ലിയർ? അപ്പോൾ ആ ഒരു എക്സ്പെൻസും അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ആണ് ഒരു കൺസെപ്റ്റാണ് ക്യാഷ് ഡിസ്കൗണ്ട് ആൻഡ് ട്രേഡ് ഡിസ്കൗണ്ട്. 2 ടൈപ്പ് ഡിസ്കൗണ്ടുകളാണ് മെയിനായിട്ട് വരുന്നത്, ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഡിസ്കൗണ്ടുകളും നമ്മൾ അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ക്യാഷ് ഡിസ്കൗണ്ടിനെ ഒരു രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക, ട്രേഡ് ഡിസ്കൗണ്ടിനെ വേറൊരു രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബൾക്ക് പർച്ചേസിനൊക്കെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് എന്ത്, ട്രേഡ് ഡിസ്കൗണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു സാധനം നിങ്ങൾക്ക് വിൽക്കുകയാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വിൽക്കുന്നത് ലൈക്ക് സിമെൻ്റ് ആണെന്ന് വെച്ചോളൂ. ഓക്കെ, ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ വില 400 രൂപ എക്സാമ്പിൾ. ഓക്കെ, ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ വില 400 രൂപ. ഞാൻ പറയണേ നിങ്ങളൊരു 10 ചാക്ക് സിമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതെന്താ ചെയ്യുക, 350 രൂപക്ക് തരാം. നോർമലി അങ്ങനെ തന്നെയല്ലേ ചെയ്യല്? ഒന്നെടുത്താൽ 400, 10 എടുക്കുകയാണെങ്കിൽ 350, അങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കില്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ അങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? ബൾക്ക് പർച്ചേസ് എടുക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഇനി ഒന്നും വേണ്ട, നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവുന്ന ഷോപ്പ് കീപ്പേഴ്സ് ഉണ്ടല്ലോ, അവർ ചിലപ്പം കൊടുക്കുന്ന കണ്ടില്ലേ, നിങ്ങൾ 3 കിലോ എടുത്തു കഴിഞ്ഞാൽ ഇത്ര പൈസ, അത് 10 കിലോനാണെങ്കിൽ ഇത്ര പൈസ. എന്തിനാണ്? ബൾക്ക് പർച്ചേസിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ്. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഇല്ലേ, ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയാം. ഈ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ എവിടെയും റെക്കോർഡ് ചെയ്യൂല. ഓക്കെ, നമ്മൾ എവിടെയും എന്തായിട്ട് റെക്കോർഡ് ചെയ്യില്ല, ഈ ട്രേഡ് ഡിസ്കൗണ്ട് റെക്കോർഡേ ചെയ്യില്ല. അപ്പം എന്തായിരിക്കും, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, ഡിസ്കൗണ്ടിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു 400 രൂപക്ക് ഒരു ചാക്ക് സിമെൻറ്റ്, 350 രൂപക്ക് 10 ചാക്ക് സിമെൻറ്റ് എടുക്കുകയാണെങ്കിൽ 350 രൂപ. അപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ 400 രൂപ 10 ചാക്ക് സിമെൻറ്റിന് എടുക്കുമ്പോൾ 400 രൂപ സിമെൻറ്റിൻ്റെ വില, നമുക്ക് 50 രൂപ വെച്ചിട്ട് എന്ത് കിട്ടി, ഡിസ്കൗണ്ട് കിട്ടി. അങ്ങനെ റെക്കോർഡ് ചെയ്യണോ? വേണ്ട. നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്താൽ മതി, ആ 350 × 10 എന്ന് പറഞ്ഞിട്ട് മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. ഓക്കെ, നമ്മളത് സെപ്പറേറ്റ്ലി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിസ്കൗണ്ട് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, അതാണ് എന്ത്, ട്രേഡ് ഡിസ്കൗണ്ട്. ഇനി ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ക്യാഷ് ഡിസ്കൗണ്ട് ആർ ഓഫേർഡ് ടു എൻകറേജ് പ്രോംപ്റ്റ് പേയ്മെന്റ് ബൈ കസ്റ്റമർ, പേയ്മെന്റ് ഇൻ ഇൻവോയ്സ്. ഈ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഈ ക്യാഷ് കളക്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആവുന്ന ടൈമിലാണ് എന്ത് ചെയ്യുക, ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എനിക്ക് എന്തുണ്ട്, ഒരു 50,000 രൂപ തരാനുണ്ട്. ഓക്കെ, നിങ്ങൾ തരേണ്ടത് അടുത്ത മാസമാണ്. ഞാൻ അങ്ങോട്ട് പറയാണ്, നിങ്ങൾ ഈ മാസം തന്നെ എൻ്റെ 50,000 തരികയാണെങ്കിൽ നിങ്ങൾ 50,000 ഫുള്ള് തരണ്ട, നിങ്ങൾ 45,000 തന്നാൽ മതി. 50,000 നിങ്ങൾ തരാനുണ്ട്, അടുത്ത മാസമാണ് തരാനുള്ളത്, എനിക്ക് നല്ല പൈസൻ്റെ അർജൻറ് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാൽ മതി, ഇപ്പം തരികയാണെങ്കിൽ 45,000 മതി. അങ്ങനെ പറയുന്ന ഡിസ്കൗണ്ട് ഇല്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുക, ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുക. ഓക്കെ, ഈ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യണം. ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി റെക്കോർഡ് ചെയ്യണം. നമ്മളെങ്ങനെ റെക്കോർഡ് ചെയ്യുക, 50,000 തരാനുള്ളത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, 50,000 തരാനുണ്ട്, അതിലെന്ത് കിട്ടി, 5,000 രൂപ ഡിസ്കൗണ്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് തന്നെ റെക്കോർഡ് ചെയ്യണം. പക്ഷേ ട്രേഡ് ഡിസ്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അങ്ങനെ റെക്കോർഡ് ചെയ്യില്ല. ഓക്കെ, റൈറ്റ്. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് എന്താണ്, ട്രേഡ് ഡിസ്കൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് രണ്ടും ട്രീറ്റ് ചെയ്യുന്ന ഏരിയ ഡിഫറൻറ്റ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ തിയററ്റിക്കൽ പാർട്ടാണ്, നിങ്ങൾക്ക് മേ ബി കുറച്ച് ബോറിംഗ് ആയി തോന്നാം. ബട്ട് ഈ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് എന്ത് വരില്ല, ഒരു ഡിഫിക്കൽറ്റി കാര്യങ്ങൾ വരില്ല. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റുകൾ ആദ്യമായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള പോർഷൻസ് എന്തായിരിക്കും, വളരെ ഈസി ആയിരിക്കും, നമുക്ക് ഇങ്ങനെ പ്രാക്ടിക്കലി ചെയ്തു പോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ മനസ്സിലാക്കുക എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട്, എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ്.
ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ബൾക്ക് പർച്ചേസിനെ സെയിൽസിനൊക്കെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് എന്ത് ട്രേഡ് ഡിസ്കൗണ്ട്. എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ക്യാഷ് ഒക്കെ നമ്മൾ നേരത്തിന് വാങ്ങിയെടുക്കാനും വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് എന്ത് ക്യാഷ് ഡിസ്കൗണ്ട്. എന്താ അത് നമ്മളുടെ മേജർ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ സെപ്പറേറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യില്ല. എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യും. ക്ലിയർ? സോ ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റൈറ്റ്.